കോടതി വിധി നീതിയുടെ വിജയമാണെന്ന് കെ.എം. ഷാജി. സെക്കുലർ സമൂഹത്തിൽ വർഗീയത സൃഷ്ടിക്കാനായി നികേഷ് കുമാർ കെട്ടിച്ചമച്ച കള്ളക്കഥകൾ കോടതി തള്ളിക്കളഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. കുവൈത്തിൽ നടക്കുന്ന കാസർഗോഡ് KMCC ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കെ.എം. ഷാജി. സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അയോഗ്യത നീക്കിയിരിക്കുകയാണ്. MP നികേഷ് കുമാറാണ് അവിടെ കേസ് കൊടുത്തത്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? നികേഷ് കുമാറുമായിട്ടുള്ള 2016 മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് 2018 നവംബറിൽ ഈ വിധി വരുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിധി വരുന്നത്. അത് കേസിന് ആധാരമായിട്ട് നികേഷ് കുമാർ ചെയ്തിരുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നീചമായിട്ടുള്ള ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള വളരെ വർഗീയ പരാമർശങ്ങൾ നേർന്ന് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടീസ് വെച്ച് കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് കൊടുത്തൊരു കേസായിരുന്നു അത്. ഞങ്ങളപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. ഞങ്ങൾ നിരന്തരമായി കോടതിയോട് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് കേൾക്കണം, ഞങ്ങളെ കേൾക്കണം എന്നുള്ള നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അറിയാലോ, സുപ്രീം കോടതിയുടെ അതിങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ കോടതി അതിൻ്റെ റെഗുലർ ലിസ്റ്റിലല്ല ഇതെടുത്തത്. അതിൻ്റെ മിസ്ലേനിയസ് ലിസ്റ്റിലാണ് കേസ് വന്നത്. എന്നുവെച്ചാൽ കേസിൻ്റെ കാലാവധി ഇതൊക്കെ കഴിഞ്ഞു, ഇനി ആ കേസിന് പ്രസക്തി ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ കോടതി അത് തള്ളാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്കതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അയോഗ്യതയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, ഈ അയോഗ്യതയുടെ വിഷയത്തിൽ ഞങ്ങളെ കേൾക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കോടതി കേസ് ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ കേസ് അലോ ചെയ്യുന്നതിന് പകരം അതിനെ ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇതായിരുന്നു, അങ്ങനെ അയോഗ്യനാക്കാനുള്ള ആ പെർമിഷൻ അല്ലെങ്കിൽ അതിനുള്ള അധികാരം കോടതിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഞങ്ങളുടെ പോയിൻ്റാണ് സുപ്രീം കോടതി എൻഡോസ് ചെയ്യുന്നത്. സുപ്രീം കോടതി ആ നിരീക്ഷണം നടത്തുകയും ചെയ്തത്. ഹൈക്കോടതിക്ക് ഇത്തരം ഒരു കാര്യത്തിൽ വിധി പറയാൻ, അയോഗ്യത കൽപ്പിക്കാൻ അവകാശമില്ല എന്നുള്ള രീതിയിൽ തന്നെ കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നു. ഇനിയിപ്പം വരാൻ പോകുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇനിയുള്ള ഇത്തരം ഇലക്ഷൻ കേസുകളിൽ പോലും ഇതൊരു മാതൃകയായിട്ട് അല്ലെങ്കിൽ ഒരു മുൻകാല പ്രാബല്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വരാൻ പോവാണ്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ വളരെ ആസൂത്രിതമായിട്ട് ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും. പക്ഷേ അതൊക്കെ ഒരു വളരെ വൈരനിര്യാതനമായിട്ട് നമ്മളുടെ ഒരു സെക്കുലർ ഫാബ്രിക്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വർഗീയത പറഞ്ഞു എന്ന് പറയാം. ഞാനൊരു 20-22% മുസ്ലിങ്ങൾ മാത്രമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. എന്നിട്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതേ രീതിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ടാണ് പറയണത്. അള്ളാഹുവിൻ്റെ ഒരു കളി എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. കാരണം 2 ദിവസമായിട്ട് ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ എന്നെ കോട്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എന്നെ കോട്ട് ചെയ്തു. ഇന്ന് ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും പോലും വൃത്തികെട്ട മനസ്സോടുകൂടിയാണ് അയാൾ ആ ബജറ്റ് തുടങ്ങുന്നത് പോലും. ആ സമയത്താണ് 11 മണിക്ക് ബജറ്റ് അയാൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി എന്നെ വർഗീയവാദി എന്ന് പറഞ്ഞ നികേഷ് കുമാറിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വാദത്തെ വലിച്ച് ചവറ്റുകൊട്ടയിലിട്ടിരിക്കുന്നത്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം കള്ളത്തരങ്ങളും അല്ലെങ്കിൽ നെറികേടുകളുണ്ടല്ലോ. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാക്കുകാർ എടുത്താൽ ചെറ്റത്തരം എന്നാണ് അയാൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ആ ചെറ്റത്തരം ചെയ്തതിന് കിട്ടിയ തിരിച്ചടിയാണ് സത്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ഇപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ മാറിയോടുകൂടി ഷാജി ഇപ്പോൾ എന്തായാലും കാസർഗോഡാണോ അല്ലെങ്കിൽ കൊടുവള്ളിയിലാണോ മത്സരിക്കാനുള്ള സാധ്യത ഏറിയില്ലേ? അല്ല, മത്സരം ഒന്നുമല്ല ഇതിൻ്റെ കാര്യം. ഇതൊരു ക്വാളിഫൈഡ്, ഞാൻ ഓൾറെഡി ക്വാളിഫൈഡ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, അവൻ നികേഷ് കുമാറിനെ പോലത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഫ്രോഡ് ചെയ്തിരിക്കുന്ന ഇത്തരം കൃത്രിമത്വത്തിൻ്റെ മുമ്പിലൊന്നും ഡിസ്ക്വാളിഫൈ ആവാൻ മാത്രമൊന്നുമല്ല എൻ്റെ ജീവിതം. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതിന് മത്സരം എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അത് പാർട്ടി അനുവദിച്ചാലൊക്കെ നടക്കേണ്ട കാര്യമാണ്. മത്സരം എന്നുള്ളതല്ല. നമ്മൾ വേണം എന്തും വിളിച്ചോട്ടെ. ഒരു വർഗീയവാദി എന്ന് വിളിക്കുന്ന പോലത്തെ ഒരു തോന്നിവാസം, അല്ലെങ്കിൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചെറ്റത്തരം, അതൊക്കെ ചെയ്തതിനെതിരെ തന്നെയാണ് സത്യത്തിൽ ഈ വിധിയിലെ സന്തോഷം എന്ന് പറയുന്നത്.